എല്ലാം തുടങ്ങിയ നിന്നിൽ നിന്ന് തന്നെ എല്ലാം അവസാനിക്കട്ടെ ദുര്യോധന. ധൃതരാഷ്ട്രർ പെട്ടെന്ന് തന്നെ ഞെട്ടി എഴുന്നേറ്റു. ആദ്യമായായിരുന്നു രാജ്യസഭയിൽ ഇരുന്ന് അയാൾ സ്വപ്നം കണ്ടത്. യുദ്ധത്തിലെ നിയമങ്ങളുടെ മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സഭയായിരുന്നു അത്. അഭിമന്യുവിന്റെ മരണത്തിന് ശേഷം ഇരു കൂട്ടർക്കും ഒരു നിയമവും ബാധകമല്ല എന്ന തീരുമാനം അവർ എടുത്തു. അതിന്റെ ഭാഗമായി രാത്രിയിലും യുദ്ധം ആരംഭിച്ചു. ധൃതരാഷ്ട്രരിലെ പിതാവായിരുന്നു ആ തീരുമാനം ഏറ്റവും കൂടുതൽ ഭയന്നത്. ദുര്യോധനൻ സുരക്ഷിതനാണോ? അവന്റെ ചുറ്റും നിർത്തിയവരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? പ്രഭു, 8ഓളം പേരാണ് അങ്ങയുടെ രഹസ്യ നിർദ്ദേശപ്രകാരം യുദ്ധഭൂമിയിലുള്ളത്. ആർക്കെന്തൊക്കെ സംഭവിച്ചാലും മഹാരാജന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണവർ വീഴ്ത്തില്ല. സ്വന്തം ജീവനേക്കാൾ വലുതാണോ അവർക്ക് മഹാരാജന്റെ ജീവൻ? അതെ പ്രഭു, അഗ്നിദേവന് മുന്നിൽ പ്രതിജ്ഞ ചെയ്തവരാണവർ. അവരുടെ ജീവനേക്കാൾ വലുതാണ് അവർക്ക് ആ പ്രതിജ്ഞ. പിതാവേ, അങ്ങയ്ക്ക് എന്താണ് തോന്നുന്നത്? യുദ്ധം നാം ജയിക്കുമോ? പതിവില്ലാതെ വ്യാസൻ ആ സഭയിലുണ്ടായിരുന്നു. ബാലിശമായ ചോദ്യം. യുദ്ധം ജയിക്കാൻ വേണ്ടിയല്ലേ നാം ചെയ്യുന്നത്? അപ്പോൾ പിന്നെ അതിൻ്റെ മറുവശം വേണ്ട. അവസാന നിമിഷം വരെ നാം ജയം മാത്രമേ കാണുവാൻ പാടുള്ളൂ. അഭിമന്യുവിന്റെ മരണം എന്നിൽ വലിയൊരു ഭയം സൃഷ്ടിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഭീമന്റെ ആ അസുര സന്തതി ഘടോത്കചൻ ഇറങ്ങിയിരിക്കുന്നു. ഓരോന്ന് കഴിയുമ്പോൾ പുതിയ ഓരോ തടസ്സങ്ങളാണ് അവർ നമുക്ക് തരുന്നത്. ധൃതരാഷ്ട്ര, നീ ശ്രദ്ധിച്ചോ എന്നെനിക്കറിയില്ല. അവർ യുദ്ധം ചെയ്യുന്നത് വെറും ആയുധബലം കൊണ്ടല്ല. ഭീഷ്മയെ വീഴ്ത്തിയത് മുതൽ ഘടോത്കചനെ ഇറക്കിയത് വരെ അവരുടെ ശക്തമായ ബുദ്ധിസാമർഥ്യമില്ലേ? വ്യാസന്റെ വിവരണം ആർക്കും പൂർണ്ണമായും മനസ്സിലായില്ല. അതായത് ആദ്യം അവർ നമ്മുടെ ശക്തനായ ഭീഷ്മയെ വീഴ്ത്തി. നമ്മുടെ പകുതി പടയുടെ ശക്തി തന്നെ ഭീഷ്മ വീണപ്പോൾ പോയി. ശേഷം അവർ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിലേക്ക് കടത്തി. അവരുടെ സാന്നിധ്യമില്ലാത്തതുകൊണ്ട് നാം നിയമം തെറ്റിച്ചു. അത് മനസ്സിലാക്കിയ അവർ ഇനി രണ്ടു കൂട്ടർക്കും ഒരു നിയമവും ബാധകമല്ല എന്ന് പറഞ്ഞു. നമ്മളത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ രാത്രിയിലും യുദ്ധം ചെയ്യാനുള്ള തീരുമാനം ഇരു കൂട്ടരും എടുത്തു. ഉടനടി അവർ ഘടോത്കചനെ ഇറക്കി. കാരണം രാത്രി യുദ്ധം അവനെയും അവന്റെ കൂട്ടത്തെയും പോലെ നമ്മളിൽ ആർക്കും തന്നെ ചെയ്യുവാൻ കഴിയില്ല. പിതാവേ, അങ്ങ് എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഇതെല്ലാം അവർ മുൻകൂട്ടി കണ്ടെന്നാണോ? പാണ്ഡവർ 5 പേരുമാണ് യുദ്ധത്തിന് മുൻപിലെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കില്ലായിരുന്നു. പക്ഷേ ഒരാളുടെ സ്വാധീനം എന്നെ ഇങ്ങനെ സംശയിപ്പിക്കുന്നു. പിതാവേ, സംഭവിച്ചതെല്ലാം യാദൃശ്ചികമാണ്. ഇവിടെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ. അങ്ങ് കടന്നു ചിന്തിക്കുന്നു. ഞാൻ അങ്ങനെ കടന്ന് ചിന്തിക്കുന്ന ആളല്ല പുത്ര. പക്ഷേ അയാളുടെ സ്വാധീനം എന്നെ കടന്ന് ചിന്തിപ്പിക്കുന്നു. ആരെയാണങ്ങ് സംശയിക്കുന്നത്? ആരായാലും നമുക്ക് നടപടിയെടുക്കാം. കൃഷ്ണൻ. ആ പേര് രാജ്യസഭയെ ചെറുതായി ഒന്ന് ഭയപ്പെടുത്തി. നിനക്ക് ഓർമ്മയുണ്ടോ? യുദ്ധം തടയാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് കൃഷ്ണനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ യുദ്ധം ജയിക്കുവാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് അവനാണോ എന്നൊരു സംശയം. അതായത് പാണ്ഡവരും നമ്മളും അവൻ്റെ കരുക്കളാണോ എന്നൊരു സംശയം. അയാളുടെ നിരവധി കഥകൾ ഞാൻ കേട്ടിട്ടുള്ളതാ. സത്യമാണോ എന്നൊന്നും അറിയില്ല. അതിൻ്റെ പുറകെ ഞാൻ പോയിട്ടുമില്ല. പക്ഷേ അയാളെപ്പറ്റി എല്ലാവരും തെറ്റാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. തുനിഞ്ഞിറങ്ങിയാൽ അയാളെ ബ്രഹ്മനും തടുക്കാൻ പറ്റില്ല. നിർത്തൂ! കൃഷ്ണന് സ്തുതി പാടുവാനല്ല നാം ഇവിടെ കൂടിയിരിക്കുന്നത്. പിതാവേ, യുക്തിപരമായി സംസാരിക്കൂ. അങ്ങയുടെ പ്രായം അങ്ങയുടെ യുക്തിയെ മറച്ചിരിക്കുന്നു. നിലവിലുള്ള ദൈവങ്ങളൊന്നും പോരെ അങ്ങേക്ക്? നമുക്കിപ്പോൾ എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് പറ. ശാന്തത പാലിക്കുക. ഇത്രയധികം ഭയപ്പെടേണ്ടതില്ല. ഭയപ്പെടരുതെന്നോ? പിതാവേ, അയാൾ ഒന്നിനെയും പേടിക്കാത്ത ഒരു മൃഗമാണ്. യുദ്ധത്തിന്റെ ഒരു ചിട്ടവട്ടവും അയാൾക്കില്ല. മുകളിൽ ആകാശവും താഴെ ഭൂമിയുമാണ് അയാൾക്ക്. ഒന്നിനെയും പേടിക്കാത്ത ഒരു പ്രകൃതമാണ് അയാൾ. മരണത്തെ കളിയാക്കുന്ന ഒരു രാക്ഷസൻ. നമ്മുടെ ഏറ്റവും വലിയ വീരന്മാർ പോലും അവന്റെ മുന്നിൽ നിസ്സഹായരാകുന്നു. ആർക്ക് പറ്റും അയാളെ തോൽപ്പിക്കാൻ? ആർക്ക് പറ്റും ആ രാക്ഷസനെ തോൽപ്പിക്കാൻ? പുത്ര, ഈ ലോകത്ത് എല്ലാ ശക്തിക്കും ഒരു പ്രതിശക്തിയുണ്ട്. എല്ലാ വിഷത്തിനും ഒരു മറുമരുന്നുണ്ട്.
ആരെങ്കിലും അങ്ങയുടെ മനസ്സിലുണ്ടോ? ആരാണ് ആ മഹാശക്തി? ആരാണ് ഘടോത്കചനെ നേരിടാൻ കഴിയുന്ന വീരൻ? പുത്ര, ഈ രാജ്യത്ത് നിങ്ങളെല്ലാവരും കൂടി കുഴിച്ചു മൂടാൻ നോക്കിയ ഒരുത്തനില്ലേ? നിങ്ങൾ ഓരോ തവണ താഴ്ത്താൻ ശ്രമിച്ചപ്പോഴും ഉയർന്നു വന്ന ഒരുത്തൻ, നിങ്ങൾ ഓരോ തവണ കെടുത്താൻ ശ്രമിച്ചപ്പോഴും ആളിക്കത്തിയ ഒരുത്തൻ, കർണൻ. കൃഷ്ണനെതിരെ നാം ഇറക്കുന്ന നമ്മുടെ ഏറ്റവും ശക്തമായ ആയുധം. അങ്ങനെ കർണൻ കൗരവ പടയുടെ മുന്നിലേക്കെത്തി. യുദ്ധം ശക്തമായി നടക്കുന്ന സമയമായിരുന്നു അത്. പക്ഷേ കർണന്റെ മനസ്സ് തലേ ദിവസത്തെ ഓർമ്മയിൽ തന്നെയായിരുന്നു. ഇല്ല ദുര്യോധന, എനിക്ക് ഈ ആയുധം ഘടോത്കചന് നേരെ ഉപയോഗിക്കാൻ കഴിയില്ല. കർണന്റെ സ്വരത്തിൽ ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. ദുര്യോധനന്റെ കണ്ണുകൾ സംശയത്താൽ ഇടുങ്ങി. എന്തുകൊണ്ട്? നമ്മുടെ ശത്രുവിനെതിരെ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ ഈ ആയുധം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? കർണൻ ദീർഘനിശ്വാസം എടുത്തു. അവന്റെ കൈകൾ മുറുകെ ചുരുട്ടി പിടിച്ചിരുന്നു. ശത്രുവിനെതിരെ തന്നെയാണ് ഞാൻ ഇത് ഉപയോഗിക്കുക ദുര്യോധന. എന്നാൽ ഘടോത്കചൻ അവനെന്റെ യഥാർത്ഥ ശത്രുവല്ല. ദുര്യോധനന്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. പിന്നെ ആർക്കു വേണ്ടിയാണ് നീ ഇതെടുത്തു വെച്ചിരിക്കുന്നത് കർണ? ഇപ്പോൾ അവനേക്കാൾ വലിയൊരു ശത്രു നിനക്ക് ആരാണുള്ളത്? ആ ചോദ്യം കർണന്റെ ആത്മാവിനെ തൊട്ടു. അവന്റെ കണ്ണുകളിൽ പഴയ വേദനകളുടെ തീ ജ്വലിച്ചുയർന്നു. ഓർമ്മകളുടെ ശിഖരങ്ങൾ അവന്റെ മനസ്സിനെ കീറി മുറിക്കാൻ തുടങ്ങി. പറയൂ കർണ, ആരാണ് നിന്റെ ആ ശത്രു? കർണൻ സാവധാനം തല ഉയർത്തി. അവന്റെ മുഖത്ത് വർഷങ്ങളുടെ അപമാനവും അവഹേളനവും കൊത്തിവെച്ച പാടുകൾ വ്യക്തമായിരുന്നു. അർജുനൻ.